أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. والسلام عليك أيها النبي ورحمة الله وبركاته. وما بعد، لكل نبي في الأنام فضيلة وجملتها مجموعة لمحمد صلاة وتسليم وأزكى تحية لكل نبي في الأنام فضيلة وجملتها مجموعة لمحمد صلاة وتسليم وأزكى تحية على المصطفى المختار خير البرية. اللهم ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണം അല്ലാഹ്. റബ്ബന ഞങ്ങളെ മദീനയിലെത്തിക്കണം അല്ലാഹ്. റബ്ബന ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും മുത്തുനബിയുടെ ശഫാഅത്ത് തരണമല്ലോ. അവിടുത്തെ മദ്ഹ് പാടി പറയാനും കേൾക്കാനും ആസ്വദിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലോ. ഈമാൻ സലാമത്താക്കണമല്ലോ. ബഹുമാനപ്പെട്ട ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരുകളിൽ ഏറ്റവും പ്രശസ്തമായ പേരാണ് മുഹമ്മദ്. എല്ലാവർക്കും അറിയാം മുഹമ്മദ്. മുഹമ്മദ് അമ്പിയാക്കന്മാരുടെ പേരുകളിലൊന്നും അങ്ങനെയില്ല. ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാരെ ആ പേര് കണ്ടിട്ടുണ്ട്, അമ്പിയാക്കന്മാരെ ആ പേര് ജപിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട നബിമാർക്കൊന്നും ആ പേരില്ല. അറിയപ്പെട്ട ആളുകൾക്കൊന്നും അങ്ങനെ ഒരു പേരില്ല. ഹബീബുൽ ആലമായ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് വെച്ചതാരാ? സമാഹു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ് ഹബീബായ തങ്ങൾക്ക് ആ പേര് വിളിച്ചത് മുഹമ്മദൻ. മുഹമ്മദൻ. അബ്ദുൽ മുത്തലിബ് എന്നവരോട് ചോദിച്ചു, മാ സമ്മൈത വലദക, നിങ്ങൾ എന്താ നിങ്ങളുടെ കുട്ടിക്ക് പേര് വെച്ചത്? അറബി പ്രമുഖന്മാരുണ്ട്. അബ്ദുൽ മുത്തലിബ് അക്കൂട്ടത്തിലെ വലിയ ആളാണല്ലോ. അതുകൊണ്ട് തന്നെ പോലെയുള്ള വലിയ വലിയ പ്രമുഖന്മാരായ ആളുകൾ വന്നുകൊണ്ട് ചോദിക്കുന്ന, എന്താണ് അങ്ങയുടെ കുട്ടിക്ക് പേര് വെച്ചത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മുഹമ്മദ്. മുഹമ്മദ് എന്ന പേര് പിടിച്ചിരിക്കുന്നത്. വീണ്ടും അവർ ചോദിക്കുന്ന, കൈഫ സമ്മൈതഹു ബിസ്മിൻ ലൈസ ലിഅഹദിൻ മിൻ ആബാഇക വഖൗമിക, നിങ്ങളുടെ ഉപ്പമാരിൽ അങ്ങനെ ഒരു പേരില്ല, നിങ്ങളുടെ തറവാട്ടിൽ അങ്ങനെ ഒരു പേരില്ല, നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പേരില്ല. അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പേരെന്തേ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്? അബ്ദുൽ മുത്തലിബ് എന്നവരോട് പ്രമുഖന്മാര് ചോദിക്കുകയാ. അബ്ദുൽ മുത്തലിബ് എന്നൊരു മറുപടിയല്ലേ, സന്തോഷമുള്ള മറുപടി. ലിഅന്നീ അർജു അൻ യഹ്മദഹു അഹ്ലുൽ അർളി കുല്ലുഹും, എന്റെ മകനെ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും സ്തുതിക്കണം, എല്ലാവരും എന്റെ മകനെ സ്തുതിക്കണം.
അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അബ്ദുൽ മുത്തലിബ് എന്നോട് പറയുകയാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മോനെ എല്ലാരും സ്തുതിക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ തോന്നിയത് സുഹൃത്തുക്കളെ? അവിടെയും ഒരു ഉൾവിളി വേണമല്ലോ, ഒരു ആത്മീയമായ തുടിപ്പ് വേണമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ തോന്നുകയില്ലല്ലോ. അബ്ദുൽ മുത്തലിബിന് തന്നെ 10ലധികം ആൺമക്കൾ ഉണ്ടായിട്ട് ഒന്നിന് പോലും അങ്ങനെ പേര് വെക്കാൻ തോന്നിയില്ലല്ലോ. മക്കളുടെ മക്കളുണ്ടായിട്ടും ഒന്നിന് പോലും അങ്ങനെ പേര് വെക്കാൻ തോന്നിയില്ലല്ലോ. എന്താണ് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹ് മാത്രം അങ്ങനെ പേര് വെക്കാൻ തോന്നിയത്? എന്തെങ്കിലും ഒരു പ്രചോദനം അതിന്റെ പിന്നിൽ ഉണ്ടാവണമല്ലോ. എല്ലാം ആ നിലയ്ക്കാണല്ലോ ഇപ്പോൾ നടന്നു വരുന്നത്. വളരെ ക്രമപ്രകാരമാണല്ലോ നടന്നു വരുന്നത്. എന്തെങ്കിലും അപ്രതീക്ഷിതമായ നീക്കങ്ങളല്ല, വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് നടന്നു വരുന്നത്. ഈ സൃഷ്ടിപ്പിന്റെ പിന്നിൽ തന്നെ വളരെ ആസൂത്രണത്തോടെയാണല്ലോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എങ്കിൽ ഈ പേരിന്റെ പിന്നിലും വലിയ ഒരു ആസൂത്രണം ഉണ്ടാവണമല്ലോ, വലിയ ഒരു രഹസ്യം ഉണ്ടാവണമല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദൻ സല്ലല്ലാഹു നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദ്. നമ്മുടെ മൗലൂസ് പോലും നോക്കുമ്പോൾ ചെല്ലുകയാണ് മുഹമ്മദൻ സല്ലല്ലാഹു നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദ്. അബ്ദുൽ മുത്തലിബ് എന്നവര് ഒരു സ്വപ്നം കണ്ടു. അതാണ് അതിന്റെ രഹസ്യം. അബ്ദുൽ മുത്തലിബ് എന്നവര് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹബീബുനാ മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പിറക്കുന്നതിന്റെ മുമ്പ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നമാണ് ഈ പേരിന് പ്രചോദനമായത്. ആ സ്വപ്നമാണ് ഈ പേരിന് വരാൻ നമ്മളുടെ പ്രത്യക്ഷത്തിൽ ഒരു കാരണമായി വർത്തിച്ചത്. എന്താണ് സംഭവം? ബഹുമാനപ്പെട്ട അലിയുൽ ഖൈറുവാനി, മഹാനായ അലിയുൽ ഖൈറുവാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ അൽ-ബുസ്താൻ എന്ന കിതാബിൽ ആ വിഷയം രേഖപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ ഖദറഅ ഫിൽ മനാം, ഉറക്കത്ത് കാണുക, ഉറക്കത്ത് കാണുക. കഅന്ന സിൽസിലതൻ മിൻ ഫിദ്ദ ഖദ് ഖറജത് മിൻ വദ്രി. ഒരു വെള്ളി ചങ്ങല തന്റെ മുതുകിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ബഹുമാനപ്പെട്ടവരുടെ മുതുകിൽ നിന്ന്, പിറകിൽ നിന്ന് ഒരു വെള്ളി ചങ്ങല പുറത്തേക്ക് വരുന്നു. ഒന്നൊന്നു മാത്രമല്ല, അതിന്റെ ഒരു അറ്റം ആകാശത്താണ്. ആ ചങ്ങലയുടെ ഒരു അറ്റം ആകാശ ലോകത്താണ്. ഒരു അറ്റം ഭൂമിയിലാണ്. ഒരു അറ്റം കിഴക്കാണ്. ഒരു അറ്റം പടിഞ്ഞാറാണ്. ഇങ്ങനെയാണ് കാണുന്നത് സ്വപ്നം. വലിയ അത്ഭുതമല്ലേ? തന്റെ പൊതുവിൽ നിന്നൊരു വെള്ളിച്ചങ്ങല പുറത്തു വരികയും ഒരു അറ്റം ആകാശ ലോകത്തേക്ക് അങ്ങനെ പോകുന്നു, മറ്റൊരു അറ്റം ഭൂമിയിൽ കിടക്കുന്നു, ഒരു അറ്റം അത് ഉദിക്കുന്ന സ്ഥലത്താണ്, മറ്റൊരറ്റമുള്ളത് അസ്തമിക്കുന്ന സ്ഥലത്താണ്. ഇങ്ങനെ ഒരു സ്വപ്നം അദ്ദേഹം കാണുന്നു എന്ന് മാത്രമല്ല, പിന്നെ അങ്ങനെ തിരിച്ചു വന്നിട്ട് അത് ഒരു മരം പോലെ ആവുകയാണ്. ഇതൊക്കെ തിരിച്ചു വന്ന് മടങ്ങി വന്ന് ഒരു മരം പോലെ മാറുകയാണ്. ആ മരത്തിന്റെ ധാരാളം ഇലകളുണ്ട്. ഇലകളുടെ മുകളിലെല്ലാം പ്രകാശമുണ്ട്. സല്ലല്ലാഹു അലാ
കണ്ട സ്വപ്നം വീണ്ടും തുടരുന്നു. അപ്പോഴേക്കും അതാ കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും ആളുകൾ വന്നുകൊണ്ട് ആ മരത്തോട് ബന്ധിക്കുകയാണ്. കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും അതാ ആളുകൾ വരുന്നു. അവരതാ ആ മരത്തോട് ഒട്ടിപ്പിടിക്കുന്നു. വല്ലാത്ത അത്ഭുതമല്ലേ! ഇതാണ് സ്വപ്നം. ഓർമ്മല്ലോ സ്വപ്നം. ഒരറ്റം പറയുമ്പോഴേക്ക് മറ്റേ അറ്റം മറന്നുപോയാ മറന്നാലും എന്താ നഷ്ടം വരുന്നത്? എന്തായാലും ഓർമ്മയുണ്ടാവും. നല്ലൊരു സ്വപ്നം. ഇതാണ് അബ്ദുൽ മുത്തലിബ് എന്നവര് സ്വപ്നം കാണുന്നത്. ഇതാണ് സ്വപ്നം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹബീബായ മുത്ത് മുസ്തഫ ഞങ്ങൾ സ്വപ്നം കാണുക. സ്വപ്നം കണ്ടാൽ സുബഹിസ്കാരത്തിന് വന്നാല് കിട്ടും. അല്ലെങ്കിൽ അതുണ്ടാവില്ല. സുബഹിക്ക് വന്നാല് സ്വഹാബത്തിനോട് പറയും കണ്ട സ്വപ്നം കണ്ട ആരെങ്കിലും പറഞ്ഞാട്ടെ എന്ന് പറയും. സ്വപ്നം പറയുമ്പോ അതാ എഴുന്നേറ്റ് നിൽക്കുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. തങ്ങൾ പറയുന്നത് ഞാൻ പറയാം. തങ്ങൾ കണ്ട സ്വപ്നം എന്താണെന്ന് ഞാൻ പറയാം. പറയൂ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളതാ അത് വിശദീകരിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നു നാളെ മുതൽ ഞങ്ങളെന്നെ സുബഹിക്ക് വരും പറഞ്ഞു തരുമെങ്കിൽ എളുപ്പമുണ്ടല്ലോ. നിങ്ങളുടെ കണ്ടതെല്ലാം കൂടി പറയണമെങ്കിൽ പണി കുറയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മുഅബ്ബിറാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ സ്വപ്ന വ്യാഖ്യാതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എന്ത് കണ്ടാലും പറയാൻ കഴിയും. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അവരൊക്കെ അത്തരത്തിലാണ്. അതിന്റെ മുന്നെയാണല്ലോ ഹബീബായ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പല്ലേ അബ്ദുൽ മുത്തലിബ് എന്നവര് ഒരു വ്യാഖ്യാതാവിനെ കാണാൻ പോകുന്നു. സ്വപ്നം കണ്ടാലും ചോദിക്കാൻ വേണ്ടി ഒരാൾ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ പോയപ്പോൾ يكون من صلبه يتبعه أهل المشرق وأهل المغرب. സ്വപ്നത്തിന്റെ വ്യാഖ്യാനാണ് ബഹുരസം. അബ്ദുൽ മുത്തലിബ് എന്നവരെ നിങ്ങൾക്കൊരു കുട്ടി ജനിക്കും. ആ കുട്ടിയോട് കിഴക്കും പടിഞ്ഞാറുമുള്ള ആളുകളെല്ലാം പിന്തുടരും. മാത്രമല്ല ആകാശത്തും ഭൂമിയിലുമുള്ള ആളുകളെല്ലാം ആ കുട്ടിയെ സ്തുതിക്കും. മുഹമ്മദ് ആകാശത്തും ഭൂമിയിലുമുള്ളവരെല്ലാം ആ കുട്ടിയെ സ്തുതിക്കും. കണ്ടോ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അവിടെ അത്രയുണ്ടോ അതിന്റെ വ്യാഖ്യാനം? എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ബുദ്ധുവിൽ ഒരു കുട്ടി ജനിക്കും. ആ കുട്ടിയെ കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നുമുള്ള ആളുകൾ പിന്തുടരും. മാത്രമല്ല ആകാശഭൂമിയിലുള്ള ആളുകൾ ആ കുട്ടിയെ സ്തുതിക്കും. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ സ്വപ്നം കണ്ടതിന്റെ പേരിലാണ് അബ്ദുൽ മുത്തലിബ് എന്നവർ എന്ത് പേരിട്ടത്? മുഹമ്മദുൻ അശ്റഫുൽ അഅറാബി വൽ അജമി. മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. മുഹമ്മദുൻ ضابطി ദുനിയാ ബിബിഅതിഹാ. മുഹമ്മദുൻ ജാഅ ബിൽ ആയാതി വൽ ഹികമി. ഹായ ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദത്തുൽ മുഹമ്മദിയ്യ നിങ്ങൾ കണ്ടില്ലേ? മുഹമ്മദിനെ കൊണ്ട് കളിക്കുന്ന ഖസീദയാണത്. നമ്മുടെ മക്കളെ എപ്പോഴും രാവിലെ ഇൻഷാ അല്ലാഹ് ഒരു 11 മണിക്ക് 10:30ക്ക് ശേഷം അത് പള്ളിയിൽ വെച്ച് ചൊല്ലും. അതുകൊണ്ടാണ് അവര് കാണാൻ ഇങ്ങനെ പാടുന്നത്. മുഹമ്മദുൻ ഖബതി ദുനിയാ ബിഇസതിഹി. മുഹമ്മദുൻ ജാബിൽ ആയാതി വൽ ഹികമി. മൗലായ صلي وسلم دائما ابدا حبيبك خير الخلق كلهم. സുഹൃത്തുക്കളെ കണ്ടില്ലേ? മുഹമ്മദാൻ സ്തുതിക്കപ്പെട്ടവരാൻ. അത് മാത്രമല്ല ബഹുമാനപ്പെട്ട അവിടുത്തെ ഉമ്മയാകുന്ന ബീബി ആമിന, ബഹുമാനപ്പെട്ട
ബീബി ആമിന റളിയല്ലാഹു അൻഹാ ഉമ്മയോട് മഹാനായ മുത്ത് റസൂലുള്ളാഹി ഗർഭസ്ഥ ശിശുവായ സമയത്ത് ആരോ വന്ന് പറഞ്ഞില്ലേ, ഓ ആമിന ഇന്നകി ഹമൽതി ബിസയ്യിദി ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ നേതാവിനെയാണ് നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. ഫൈദാ വദഅതിഹി ഫസമീഹി മുഹമ്മദാ. ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു അൽ-മവാഹിബുൽ ലതുന്നിയിൽ എഴുതുന്നത് കാണാം. സുഹൃത്തുക്കളെ, ആമിന ബീവിയോട് വന്നിട്ട് പറയുന്നത്, നിങ്ങളെ കുട്ടിയെ പ്രസവിച്ചാൽ മുഹമ്മദ് എന്ന് പേരിട്ടോ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു തബഖാത്ത് ബിൻ സഅദിന്റെ ബുക്ക് കാണാം. തബഖാത്ത് ബിൻ സഅദിന്റെ ബുക്ക് കാണാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ അബൂ ജാഫർ മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ടുള്ളത്, ആമിന ബീവിയോട് ആരോ കൽപ്പിച്ചു, വഹിയ ഹമീലു ലിറസൂലില്ലാഹ്. ബഹുമാനപ്പെട്ട ആമിന ഉമ്മ മുത്തനബിയുടെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. ഓ ഉമ്മ അൻതു സമ്മി മുഹമ്മദാ. കുട്ടിക്ക് എന്ത് പേരിടണം? കുട്ടിക്ക് എന്ത് പേരിടണം? മുഹമ്മദ് എന്ന് പേരിടണം കേട്ടോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഖാദി അയ്യാദ് റളിയല്ലാഹു അൻഹു ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വലിയ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഖാദി അയ്യാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ. അവിടുത്തെ അശ്ശിഫ വല്ലാത്തൊരു ഗ്രന്ഥമാണ് സുഹൃത്തുക്കളെ. ഹബീബായ മുത്ത് മുസ്തഫ ഞാൻ മുമ്പ് ഒരു 10-20 വർഷം മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. ഞാൻ പ്രസംഗിച്ചു അവിടെ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എല്ലാവരും ഓതുന്ന ആയത്താണ്. ഞാൻ ആ ആയത്തിന് അർത്ഥം വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞാൽ മനസ്സിന് സമാധാനം കിട്ടും. സാധാരണ എല്ലാവരും നമുക്ക് എന്താ ദിക്ർ കൊണ്ട് മനസ്സിന് സമാധാനം കിട്ടുന്ന, ഞാൻ അർത്ഥം വെച്ചത് മുത്ത് റസൂലുള്ളാഹിനെ പറഞ്ഞാൽ സമാധാനം കിട്ടും. സദസ്സിൽ കോലാഹലമായി പോയി. ഉലാമാറുണ്ടല്ലോ നമ്മുടെ സദസ്സിൽ, ഉലാമാർ കുറെ ഉണ്ടാവും. ഉലാമാറും കോലാഹലമായി കിടക്കി. അങ്ങനെ അർത്ഥമൊന്നുമില്ല. ഇയാൾ പറഞ്ഞാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പലർക്കും കോലാഹലാക്കണമെന്നുണ്ട്. പക്ഷെ എന്നെ അറിയുന്ന കുറേ ആളുകളുണ്ട്, അവർക്ക് തോന്നി ഇത് നടക്കൂല, കേസ് നടക്കൂല ഇവിടെ. എന്തുകൊണ്ട്? അതില്ലാതെ അങ്ങനെ പറയാൻ എന്തായാലും ചാൻസ് ഇല്ല. സുഹൃത്തുക്കളെ, ഖാദി അയ്യാദ് റളിയല്ലാഹു അൻഹു തന്റെ ശിഫയിൽ കൊടുക്കുന്നത് കാണാം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അലി മുഹമ്മദിൻ വസ്ഹാബിഹി. മുത്തനബിനെ പറഞ്ഞാൽ, സ്വഹാബത്തിനെ പറഞ്ഞാൽ മനസ്സിന് വല്ലാത്ത ആശ്വാസമാണ്. ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാദി അയ്യാദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ കുറിച്ച് എത്രയാണ് എഴുതിയത് പ്രിയപ്പെട്ടവരെ. അല്ലാഹു അവരെ എല്ലാം ബറക്കത്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മുഹമ്മദാ, ഒന്ന് അഹ്മദാ. അല്ലേ? പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, അഹ്മദ് എന്ന പേര് കാണാം, മുഹമ്മദ് എന്ന പേരും കാണാം, അഹ്മദ് എന്ന പേര് കാണാം, മുഹമ്മദ് എന്ന പേരും കാണാം. അഹ്മദ് എന്താർത്ഥം? അഹ്മദ് ഏറ്റവും സ്തുതിക്കുന്ന ആള്. എല്ലാവർക്കും അറിയാം, താലിമികൾക്ക് അറിയാം. ഭാരതത്തിന്റെ സീറയാണ് അല്ലേ? വലിയ അർത്ഥം ഉണ്ടായി അല്ലേ? അഹ്മദ് ഏറ്റവും സ്തുതിക്കുന്ന ആള് എന്നാണ്. യാ റബ്ബി. മുഹമ്മദ് എന്ന് പറഞ്ഞാലോ, മുഹമ്മദ് എന്ന് പറഞ്ഞാലോ ഏറ്റവും സ്തുതി ഏറ്റുവാങ്ങുന്ന ആള് കേട്ടോ.
എന്തൊരു പദമാണ്, എന്തൊരു പദമാണ് സുഹൃത്തുക്കളെ. അല്ലാഹുവിന്റെ ദീന് പഠിക്കുമ്പോഴല്ലേ നമുക്കിതൊക്കെ തിരിയുള്ളൂ. അഹ്മദ് എന്ന് പറയുമ്പോൾ അതിനകത്തോട്ടാ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ആളുകളാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാലോ ഏറ്റവും കൂടുതൽ സ്തുതി ഏറ്റുവാങ്ങുന്ന ആളാണ്. ഇത് രണ്ടുമാണ് റസൂലുള്ളാഹി. فهو أحمد المحمودين وأحمد الحامدين. حمد محمد حمد يحمد تحميدا فهو محمد وحمد يحمد تحميدا فهو محمد. ഞാൻ പറയുന്നത് കേട്ടില്ല, ഇതിലൊരു പുതിയതാണ്. അറബിയുടെ പ്രസംഗം കേട്ടിട്ടുകൾ, അറബികളുടെ പ്രസംഗം അല്ലാതെ റസൂലിന്റെ പേരിങ്ങനെ സർവാക്കല്ലേ അവര്. എന്നിട്ട് അതിങ്ങനെ എണ്ണി എണ്ണി പറയാ. അറബി വലിയ വലിയ പണ്ഡിതന്മാര് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഇന്ധനം കൊടുത്തപ്പോ ലോകത്തൊട്ടാകെ കുലുങ്ങിപ്പോയി സുഹൃത്തുക്കളെ. ഇപ്പോ പണ്ടത്തെ പോലെയൊന്നും അല്ല, റബിയുൽ അവ്വൽ വരുന്ന ഇപ്പൊ ലോകം ഒട്ടാകെ കുലുങ്ങുകയാ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും റസൂലുള്ളാഹിനെ കൂടുതൽ പറയുകയാണ്. അതിന് മുമ്പുള്ളവർ ധാരാളം പറഞ്ഞു. അതിനല്ലേ മൗലിദ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ മൗലിദ് ഉണ്ടാവും. അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പാടാൻ എഴുതി തന്നത്, പറയാൻ എഴുതി തന്നത് അവരാണ്. എന്നാൽ ഇപ്പോഴിതാ വളരെ വ്യാപകമായി തന്നെ ഞാൻ ഇന്ന് ഖുതുബയിൽ പറഞ്ഞതുപോലെ ഈ ദിവസത്തോട് 12 ലോകത്തെ മുഴുവൻ ആളുകളും ഒത്തുകൂടുകയാണ്, മുസ്ലിങ്ങൾ ഒത്തുകൂടുകയാണ്. يذكرون مناقبا ويفسدون مدائحا ويقرؤون سيرتا وينشرون سنتا كما يكثرون الصلاة عليه وعلى عبرته والتصدق على أهل الخير والحاجة من أمته واكلين لهذه الرحمة شاكرين على هذه النعمة. لا نتكلم به وهنا حبيبنا رسول الله. നമുക്ക് പറയാം പ്രിയപ്പെട്ടവരെ, ഹബീബ് തങ്ങളെ പറയുമ്പോ എന്തൊരു സന്തോഷമാ. മദീന നമ്മളെ ശ്രദ്ധിക്കുകയാണ്, മുത്തുനബി നമ്മളെ ഇഷ്ടപ്പെടുകയാണ്, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുകയാണ്. റബ്ബനാ ഹബീബിനെ പറയാ, ഹബീബിലേക്ക് എടുക്കാം, ഞങ്ങൾക്ക് തൗഫീഖ് തരണം അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഈ രണ്ട് പേരും, മുഹമ്മദ് എന്ന പേര്, അഹ്മദ് എന്ന പേര്, ബഹുമാനപ്പെട്ട സയ്യിദുനാ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞില്ലേ, യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഞാൻ സുബ്ഹിക്ക് ഞാൻ ക്ലാസ് പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്തിയിരുന്നു, സുബ്ഹിന്റെ ക്ലാസ്. പ്രിയപ്പെട്ടവരെ, ഒരു റസൂൽ വരും. ഈസ നബി പറയാ, മുത്തുനബി ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈസ നബി പറയുകയാണ്, എന്റെ ശേഷം ഒരു നബി വരും, എന്റെ ശേഷം ഒരു നബി വരും കേട്ടോ. ആ നബിയുടെ പേര് അഹ്മദ് എന്നാണ്. സയ്യിദുനാ റൂഹുല്ലാഹി ഈസ. പരിശുദ്ധ ഖുർആനാണ് നമ്മളോട് പറയുന്നത്. ഈസാ നബി പറഞ്ഞു എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. അഹ്മദ് എന്ന പേരിൽ ഒരു നബി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. എല്ലാ മഹാരഥന്മാരും രേഖപ്പെടുത്തിയ ഒരു വലിയ പോയിന്റ്. ഈസാ നബി പറഞ്ഞു അഹ്മദ് എന്ന് പറഞ്ഞിട്ടൊരു നബി വരും. എന്നിട്ട് ഒരാളും അവരെ കുട്ടിക്ക് അഹമ്മദ് എന്ന് പേരിട്ടില്ലായിരുന്നു ആ കാലത്ത്. ഇല്ല, അഹമ്മദ് എന്ന് പേരിടാൻ തോന്നിയില്ലല്ലോ. അതൊരു അത്ഭുതമല്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു പുതിയ പേര് കേട്ടാ നമ്മളെന്ത് ചെയ്യാം? എന്താ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലോ കഴിയാണ് എന്തല്ലോ, ഫാത്തിമ. ഈ ഫിസാനെ കൊണ്ട് കളിയാ. എനിക്കെല്ലാം ആകെയുള്ള പണി എന്താ പറയുമ്പോ മസാല കൊടുക്കാൻ ആരും വിളിക്കൂല. ഒരു പേരിന്റെ അർത്ഥം, ഒരു പേരിന്റെ അർത്ഥം ഇപ്പൊ ഈ പണി കൊടുക്കണം. പേരിന്റെ അർത്ഥം പറയാൻ എല്ലാവർക്കും ഞാൻ കുറച്ച് പേര് പറഞ്ഞാലേ എനിക്ക് അതിട്ടോ വേണമെങ്കിൽ അതിനർത്ഥം ഉണ്ടാവും. നിന്റെ പേര് തിരഞ്ഞിട്ട് എന്റെ സമയം കളയാനില്ല. എന്ത് നീ ചോദിക്കുന്ന പേരാണ് ചോക്കേണ്ടത്. അത് ഇപ്പൊ പാർസി ഭാഷയിൽ, ഇംഗ്ലീഷായിരിക്കും, ഉറുദു ആയിരിക്കും. ഏത് കിതാബി നോക്കിയിട്ട് എനിക്ക് അർത്ഥം പറഞ്ഞാലുണ്ട്. പാവപ്പെട്ട നമ്മുടെ കാബൂസ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, അത് മറിച്ച് നോക്കി മറിച്ച് ഇവൻ ജാമൂസാകുക എന്നല്ലാണ്ട് അതിൽ അർത്ഥം ഉണ്ടാവുമോ? അത് ഉറുദു ഭാഷയിട്ടാണ്. അതിലുണ്ടാവും ഇവൻ ചോദിച്ച പേരിന്റെ അർത്ഥം. അങ്ങനെ കാബൂസ് പറഞ്ഞിട്ട് മൂലാർച്ച എന്തായിന്നറിയാം, ജാമൂസായി. പിന്നെ പറയുന്നുണ്ട് അൽ-മുൻസിദ് വലിയ തറയണമൊക്കെ കിതാബുണ്ട്, അത് നോക്കണമെന്നില്ല. ഇതിനൊക്കെ സമയമുണ്ടോ? സമയമുണ്ടോ? നല്ല ആളെടുത്ത് വരിക. ഒരു കുട്ടി ഉണ്ടായി, ഒരു നല്ല പേര് പറഞ്ഞാൽ നല്ല രസമായിക്കോട്ടെ, കുറച്ച് പുതുമയും ആയിക്കോട്ടെ, എന്നാലും ഒരു അടിസ്ഥാനവും വേണം. ഓ, അങ്ങനെയാ നല്ല പേര്.
നിങ്ങളുടെ നോമ്പ് സുഹൃത്തുക്കളെ അങ്ങനെ പുതിയൊരു പേര് കേട്ടാൽ ഇതിനിടെ എന്നൊരാളെ ഇങ്ങനെ ഒരു പേരുണ്ടോ? നെറ്റിൽ അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. എന്നോട് പറയാ നെറ്റിൽ അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്താ നെറ്റിൽ അർത്ഥം കൊടുത്തിട്ടെന്ന് ചോദിച്ചു. നോക്കണേ, അവരെന്നോട് പേര് പറയാം. അതിന്റെ അർത്ഥം നെറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? അമേരിക്കയിലെ ഒരു കുട്ടിന്റെ പേര് എങ്ങനെയുണ്ട്? നെറ്റിൽ അർത്ഥം കൊടുത്തിരിക്കുകയാണ് അത്ര. അമേരിക്കയിലെ ഒരു കുട്ടിന്റെ പേര്, ഈ പേരിന്റെ അർത്ഥം ഒരുപാട് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ എന്തെല്ലാം പടായികളാണ് നെറ്റിലൊക്കെ ഉള്ളത്. ഇവരൊക്കെ ഇത് കണ്ടിട്ടാണ് പറയുന്നത്. ഉസ്താദിനോട് ചോദിക്കണം, ഞാൻ പേരം കിടുകയാണ്. നീ ഇട്ട് നിന്റെ കുട്ടിന്റെ പേര് പോലെ കുട്ടിയുണ്ടാവും. അതാ ഉണ്ടാവില്ല, വേറെ അതിനൊന്നും അർത്ഥമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ അഹ്മദ് എന്ന പേര് ബഹുമാനപ്പെട്ട സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ട് ഒരു കുട്ടിക്കും ആ പേരിടാൻ അല്ലാഹു തോന്നിപ്പിച്ചില്ല. അത് വലിയ അത്ഭുതമല്ലേ? കാരണം കൺഫ്യൂഷൻ ആകണ്ട. അഹ്മദ് അല്ലേ? അഹമ്മദ് നല്ല നിൽക്കുന്നതാണല്ല. ഇയാളെന്നെ നബി ആയിപ്പോയാ? ഞാൻ നല്ല തൊപ്പിയെന്ന് ഇട്ടിട്ടുണ്ടല്ല, ഇയാള് നബി ആയിപ്പോയാ എന്നല്ല ഇങ്ങനെ തോന്നിപ്പോ ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇപ്പോ പല വേഷത്തിൽ വരുമ്പോ തോന്നിപ്പോക്കാം ഇയാൾ ഔലിയാന്ന്, അല്ല ഇയാള് മറ്റേന്നല്ല തോന്നിപ്പോക്കാം. അങ്ങനെ പല കോലത്തിൽ ആരെല്ലാം വരുന്നത് ഞമ്മക്കെല്ലാം ആകാൻ പൂതിയാവും ചെയ്തു. സുഹൃത്തുക്കളെ, ഇതായി കിട്ടട്ടെ. ഞമ്മളെല്ലാം പല മോഡലാകാൻ ശ്രമിക്കുന്നുണ്ട് ഓരോരുത്തരും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് വേണ്ടേ, നമുക്ക് അങ്ങനെ വേണ്ടേ, എങ്കിലല്ലേ ആ പവർ ഉണ്ടാവുള്ളൂ. ഇതൊന്നുമില്ലാതായി കിട്ടുന്നതാണോ? എങ്കിലും കുളത്തിലെ മീനല്ലേ. കുളത്തിലെ മീനാകാൻ വേണ്ടി എന്ത് വേണ്ട? അമലും ഇതൊന്നും വേണ്ട. ഇവർക്ക് അമലുമില്ല, ഒരു ഇൽമുമില്ല. വലിയ ആളാകണം അത്ര. മാഷാ അല്ലാഹ്, എന്തൊരു അത്ഭുതങ്ങളാ. ആർക്കെല്ലാം എന്നോട് ദേഷ്യം വരുന്നുണ്ട് തോന്നുന്നത് ഇത് കേൾക്കുമ്പോ. കാരണം ഓരെല്ലാം ആകാൻ വിചാരിച്ചിട്ടുണ്ട്. ആയിക്കോ മക്കളെ, ആകാൻ പറ്റുമെങ്കിൽ ആയിക്കോ. ഞാൻ പറഞ്ഞത് അതിന്റെ ഇന്ധനമില്ലാണ്ട് വണ്ടി ഓടാൻ കഴിയോ? ഇഞ്ചിന് തകരാറ് വന്നാൽ വണ്ടി മുന്നോട്ട് പോവോ? അമലും നിനക്ക് വേണ്ടേ, അതിന് വേണ്ടേ? അതുകൊണ്ട് അമല് ചെയ്യാൻ നിനക്ക് കഴിയണ്ടേ? അതൊന്നും ഇല്ലെങ്കിൽ നീ എവിടെ എത്താനാ? അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമും അമലും തരണം പഠിച്ചോനെ. മഹാനായ സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ ശേഷം ഒരു നബി വരുമെന്നും ആ നബിയുടെ പേര് അഹ്മദാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരാൾക്കും ആ പേര് വിളിക്കാൻ തോന്നിയില്ല. ആർക്കും തോന്നിയില്ല. പിന്നെ മുഹമ്മദാണുള്ളത്. മുഹമ്മദ് എന്ന പേര് ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാര് പറഞ്ഞു വന്ന പേരാണ് അല്ലേ? ഒരുപാട് ചരിത്രം പറയാനുണ്ട് ആ വിഷയത്തിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. ലം യുസമ്മ ബിഹി അഹദുൻ മിനൽ അറബി വലാ ഗൈരിഹിം. അറബികളിലോ എവിടെയും അങ്ങനെ മുഹമ്മദ് എന്ന പേരില്ല. പിന്നെ എന്തെവിടെയെന്നറിയോ? ഇല അൻശഅ ഖുബൈല വജൂദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമീലാദ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ അല്പം മുമ്പ്, ജനിക്കുന്നതിന്റെ അല്പം മുമ്പ് നാല് ഭാഗത്തിൽ നിന്നും പുരോഹിതന്മാരും വലിയ വലിയ പാതിരിമാരൊക്കെ മക്കായിലേക്ക് വരികയാണ്. എന്താ വന്നിട്ട് പറയുന്നത്? ഒരു കുട്ടി ജനിക്കാൻ സമയമായിട്ടുണ്ട്, ഒരു കുട്ടി ജനിക്കാൻ സമയമായിട്ടുണ്ട്. ആ കുട്ടിയുടെ പേര് മുഹമ്മദ് എന്നാണ്. ഇതിങ്ങനെ കേട്ടു. ഇതിങ്ങനെ കേട്ടപ്പോ അറബികളിൽ നിന്ന് വളരെ ന്യൂനപക്ഷമായ ആളുകൾ അവര് കുട്ടികൾക്ക് പേര് മുഹമ്മദ് എന്ന പേരിട്ടു. എങ്ങനെ? നാല് ഭാഗത്തുനിന്ന് ഇങ്ങനെ ശബ്ദം ഇങ്ങനെ വരിക, അടിച്ചു വീശുകയാ. ഒരു നബി വരും, ലോകത്തിന്റെ നേതാവായി ഒരു നേതാവ് വരും. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദാ. അദ്ദേഹം മക്കയിലാണ് ജനിക്കുക, അറബികളിലാണ് ജനിക്കുക എന്നിങ്ങനെ ഭാഷായപ്പോ അറബികളിൽപ്പെട്ട ഏതാനും ചില ആളുകൾ അവരുടെ കുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. ഇനിയിപ്പം അങ്ങനെ നമുക്കൊരു കുട്ടി പേര് മോശായിക്കാൻ ആ നബി ആകാതെ പോണ്ട, പേരേതാ വിട്ടു വെക്കുക. അഥവാ എങ്ങനെയെങ്കിലും ചക്ക ഇട്ടപ്പോ മുയൽ കിട്ടി എന്ന് പറയും പോലെ എങ്ങനെയെങ്കിലും ഒത്തുപോയില്ലെങ്കിലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരോടെ കുട്ടിയേക്ക്, കുറച്ച് കുട്ടിയേക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു, മുഹമ്മദ് എന്ന് പേരിട്ടു. എന്നിട്ടോ അവിടെ ഏറ്റവും വലിയ അത്ഭുതം എന്താ അറിയോ? ഈ മുഹമ്മദ് എന്ന് പേരിട്ട അല്പം കുട്ടികൾ അവരൊരാള് പോലും ഞാൻ നബിയാണെന്ന് വാദിച്ചില്ല. ഇത് വല്ലാത്ത അത്ഭുതമല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? വല്ലാത്ത അത്ഭുതമല്ലേ? കുട്ടികൾക്ക് അങ്ങനെ പേരിട്ടിട്ട് ആ കുട്ടികൾ വലുതായിട്ട് അവരോ പേരിട്ട ഉപ്പമാരോ അയൽവാസികളോ കുടുംബക്കാരോ നാട്ടുകാരോ ആരും ആ കുട്ടികൾ നബിയാണെന്ന് വാദിച്ചില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
محمد അല്ലാഹുവിന്റെ സംരക്ഷണം നിങ്ങളതോ, ഹബീബിനെ സംരക്ഷിക്കുന്നത് നിങ്ങളതോ, ഹബീബിന്റെ പേര് സംരക്ഷിക്കുന്നത് നിങ്ങളതോ. സുഹൃത്തുക്കളെ, അത്ഭുതമല്ലാതെ എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? വല്ലാത്ത അത്ഭുതം തന്നെ. മഹാനായ ഇസ്മാഈൽ ഹക്കീറുൽ ബയാനിൽ പാടിയില്ലേ, ലികുല്ലി നബിയ്യിൻ ഫിൽ അലമി ഫദീലത്തുൻ വജുംലതുഹാ മജ്മുഅത്തുൻ ലി മുഹമ്മദി സ്വലാത്തുൻ വതസ്ലീമുൻ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താർ ഖൈറുൽ ബരിയത്തി. ഓരോ ബഹുമാനമുണ്ട്, പല ബഹുമാനങ്ങളുണ്ട്. എല്ലാം ഒത്തുകൂടിയിരിക്കുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. റബ്ബനാ ഹബീബിനെ പറയാൻ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റസൂൽ. മദീനയിലെത്താതെ ഞങ്ങളെ ഭരിപ്പിക്കല്ലോ അല്ലാഹ്. വഹബിലി ഫിൽ മദീനത്തി മുസ്തഖറ വരിസ്മൻ ثم دفنا بالبقيع مراديا مرادي يا رسول الله مرادي. آمين برحمتك يا أرحم الراحمين.